രാംനാരായൺ ബാഗേലിന്റെ കുടുംബം ആ ബോഡി പോലും അക്സെപ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇവിടുത്തെ പോലീസിന് വിശ്വാസമില്ല, ഇവിടുത്തെ സർക്കാരിന് അവർക്ക് വിശ്വാസമല്ല. ഇപ്പോഴും അതിൽ വേണ്ട വേണ്ട വകുപ്പുകൾ ചാർത്തിയിട്ടില്ല, അതായത് SC ST വകുപ്പുകൾ ചാർത്തിയിട്ടില്ല. അതിന്റെ പരിശോധന നടത്തിയിട്ട് ഞങ്ങൾ ചെയ്യാമെന്നൊക്കെയാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് ജസ്റ്റിസ് കിട്ടണം, അവർക്ക് നീതി ലഭിക്കണം എന്നത് കേരളത്തിലെ ഓരോ ആളുകളുടെ ആവശ്യമാണ്. ഇതിൽ പിടിക്കപ്പെട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് സംഘപരിവാർ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ RSS പ്രവർത്തകരോ ഒക്കെയാണ് പിടിയിലായിട്ടുള്ളത്. ഭരിക്കുന്നതാവട്ടെ CPIMന്റെ സർക്കാരുമാണ്. എന്നിട്ട് അവരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ കഴിയുന്ന വകുപ്പുകൾ ഉണ്ടാവുന്നില്ല എന്ന് വെച്ചാൽ ഒരു നിലയ്ക്ക് അവർക്കുള്ള സഹായം കൂടിയല്ലേ അത്? നോക്കൂ നിഷാദ്, ഈ കേസിൽ ഏതൊക്കെ അക്യൂസ്ഡ്, അത് ഏത് പാർട്ടിപ്പെട്ട ആളുകളായിക്കോട്ടെ, അവർ ആര് തന്നെ ആയിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും പരമാവധി ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഒക്കെ തന്നെ ആവശ്യം. അതിലെന്ത് രാഷ്ട്രീയം നിങ്ങൾ കാണുന്നത്? ഇപ്പൊ ഈ BJPക്ക് എത്ര എന്താ പറയാ 14 കോടിയോളം മെമ്പേഴ്സ് ഉണ്ടെന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. അപ്പൊ ഈ 14 കോടി മെമ്പർഷിപ്പുള്ള ആളുകളുടെ ഒക്കെ തന്നെ ഉത്തരവാദിത്വം BJPക്കാണോ? അല്ലെ CPMന്റെ ഈ നടക്കുന്ന ഈ പറഞ്ഞ എന്താ പറയാ CPMന്റെ ആളുകളൊക്കെ അക്യൂസ്ഡ് ആയിട്ടുള്ള കേസുകളിലെല്ലാം ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ തലയിലേക്കാണ് എല്ലാം പോകുന്നത്. അപ്പം ഞാൻ ആദ്യം ചോദിക്കാൻ വന്ന ചോദ്യം അത് തന്നെയാണ്. നോക്കൂ, ഇത് ബംഗ്ലാദേശി ആണോ എന്ന് ചോദിക്കുന്നതന്നെ ബംഗ്ലാദേശി മുസ്ലിം ആണെന്ന് വിചാരിച്ച ഒരാൾ അടിച്ചുകൊല്ലുകയാണ്. എന്ന് വെച്ചാൽ ഒരു എല്ലാ വംശഹത്യകൾക്കും ഒരു റീസൺ ഉണ്ടാവും, അപരത്വത്തിനൊരു കാരണം ഉണ്ടാവും. അപ്പോൾ ഹിറ്റ്ലർ പോലും അത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കാരണം സൃഷ്ടിക്കുക എന്ന് പറയുന്ന സംഗതി. അത് ബംഗ്ലാദേശി അല്ലെങ്കിൽ പാകിസ്ഥാനി, ഒരു മുസ്ലിം, ഒരു സിഖ്, ഒരു ക്രിസ്ത്യൻ, അങ്ങനെ ഒരു കാരണം ഉണ്ടാക്കിയിട്ട് ആ കാരണത്തിൻ്റെ പേരിൽ ആളുകളെ വെറുക്കാൻ പഠിപ്പിക്കുക. പിന്നെ ആളുകൾ ബാക്കി നോക്കിക്കോളും. ഹിറ്റ്ലർ ചെയ്തത് അതാണ്, ഹിറ്റ്ലറിൻ്റെ തിയറിയും അതായിരുന്നു, ബാക്കി ജനം നോക്കിക്കോളും എന്നുള്ളതാണ്. കലാപങ്ങളെല്ലാം ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ ഈ ആശയം പ്രചരിപ്പിക്കുന്നതിൻ്റെ പ്രശ്നമാണ് നമ്മൾ സത്യത്തിൽ വാളയാറിൽ അനുഭവിക്കുന്നത്. ആശയത്തിൻ്റെ തുടർച്ചക്കാർ പിന്നെയും കേരളത്തിൽ ബാക്കിയുണ്ട് എന്നതിനെ നമ്മൾ ഭയപ്പെടേണ്ട സംഗതിയല്ലേ മിഥുൻ? തീർച്ചയായിട്ടും എക്സ്ട്രീമിസം അത് ഏത് രീതിയിലാണെങ്കിലും, അതിപ്പം ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് തല്ലിക്കൊന്നാലും, അല്ലെങ്കിൽ കൊല്ലത്ത് മറ്റേ മാണിക് റോയിനെ കോഴി മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് തല്ലിക്കൊന്നാലും, മധു അരി മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് തല്ലിക്കൊന്നാലും, ഇതൊക്കെ തന്നെ എവിടേക്കോ ഒരു ഐഡിയോളജിക്കൽ പുഷ് എല്ലാത്തിനും ഉണ്ട്. കാരണം മോഷണം എന്ന് പറഞ്ഞ ഒരു അക്യൂസേഷൻ ആണ്. ആ അക്യൂസേഷൻ ഏതാണ് ഒരു സവർണ മേധാവിത്വം അല്ലെങ്കിൽ ഒരു ഫ്യൂഡൽ സിസ്റ്റം, അവിടെ ആ ഒരു ഐഡിയോളജിയാണ് അവിടെ വർക്കൗട്ട് ആവുന്നത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഐഡിയോളജീസും നമ്മൾ എതിർക്കണം. അപ്പം സാധാരണ ഒരു വ്യക്തിയെ, ഇവിടെ തൊഴിൽ തേടി വന്ന ഒരാളെ തല്ലിക്കൊന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ ഇതിനൊരു ഐഡിയോളജിക്കൽ പുഷ് ഉണ്ടെങ്കിൽ ആ ഐഡിയോളജി ഏതാണെങ്കിലും നമ്മൾ വെറുക്കണം, അതിനെ മാറ്റി നിർത്തുക തന്നെ വേണം. അപ്പൊ അങ്ങനത്തെ എക്സ്ട്രീം ഐഡിയോളജി പറഞ്ഞുകൊണ്ട് ഒരാളെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ട്രിവിയലൈസ് ചെയ്യാനല്ല നോക്കേണ്ടത് നിഷാദ്. ഓർഗനൈസേഷൻ തന്നെ വരികയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഓർഗനൈസേഷന് മാറാൻ പറ്റുമോ? നുഴഞ്ഞുകയറ്റക്കാരായ മനുഷ്യർ നമ്മുടെ താലിമാല മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന നുഴഞ്ഞുകയറ്റക്കാർ നിങ്ങളുടെ സ്വത്തടിച്ചുകൊണ്ട് പോകുമ്പോൾ നിരന്തരമായി തെരഞ്ഞെടുപ്പുകൾ പ്രസംഗിക്കുന്ന പ്രധാന നേതാക്കളുള്ള നാട്ടിൽ അതിൻ്റെ ഏറ്റെടുപ്പുകാരായി ജനം മാറുന്നതിൽ നിന്ന് മാറുകയാണ്. അതിൽ നിന്ന് ആ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് വിടാൻ പറ്റുക? BJPക്ക്, ഹിന്ദുത്വ പരിവാരത്തിന് പറ്റുമോ മിഥുൻ? അല്ല, ഇവിടെ ബംഗ്ലാദേശി ആണോ എന്ന് ചോദിച്ച് തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അതിൽ എവിടെ നിന്നാണ് RSSന്റെ ഒരു ടാഗ് നിഷാദ് കാണുന്നത്? ഇത് RSSും ബംഗ്ലാദേശും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടോ? പ്രധാനമന്ത്രി തന്നെ പ്രസംഗിക്കുന്നു, നുഴഞ്ഞുകയറ്റക്കാർ നിങ്ങളുടെ താലിമാല അടിച്ചുകൊണ്ട് വരുന്നു. നുഴഞ്ഞുകയറ്റക്കാരെ നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ട് കടത്താനാണ്, ചിതൽപുറ്റുകളെ ഞങ്ങൾ ഓടിക്കാൻ പോവാണെന്ന് പറഞ്ഞ പൗരത്വ നിയമം കൊണ്ടുവന്നത്. ഈ സംഗതിയാണ് നിരന്തരം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഏറ്റെടുപ്പുകാരാണ് ഈ പറയുന്ന വാളയാറിലെ അക്രമി സംഘം. അല്ല, നുഴഞ്ഞുകയറ്റക്കാർ വെറും BJPക്കാർക്കാണോ പ്രശ്നം? ഇവിടെ RSSകാർക്ക് മാത്രമാണോ പ്രശ്നം? നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ ഈ രാജ്യത്തേക്ക് ഏത് രാജ്യത്ത് നിന്ന് വന്നു കഴിഞ്ഞാലും അത് BJPക്കോ അല്ലെങ്കിൽ RSSനോ മാത്രമാണോ പ്രശ്നം? ആ ചോദ്യം ചോദിച്ചു എന്നതിന്റെ പേരിലാണോ താങ്കൾ ഈ പറയുന്ന RSSന്റെ ടാഗ് കൊടുത്തോണ്ടിരിക്കുന്നത്? അപ്പൊ RSSന്റെ ടാഗ് കൊടുക്കാൻ പോലീസെങ്കിലും ഒന്ന് പറയട്ടെ. ചോദിച്ചതുകൊണ്ട് മാത്രമല്ല, ബംഗ്ലാദേശിയാണ് എന്ന് പറഞ്ഞ ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയി അതിർത്തിയിൽ തള്ളുന്നത് താങ്കൾ കണ്ടില്ലേ? അവസാനം സുപ്രീം കോടതി ഇടപെട്ടില്ലേ ഒരു കുടുംബത്തെ തിരിച്ചിവിടെ കൊണ്ടുവരാൻ, അവർ ഇന്ത്യക്കാരാണെന്ന് പറയാൻ? ഇങ്ങനെ വെറുപ്പ് പ്രൊപ്പഗേറ്റ് ചെയ്യാണ് പല വഴിക്ക്. ഈ വഴിയെ പോകുന്ന ആൾക്കാർ, ഇതാ BJPയുടെ തന്നെ കേരളത്തിലെ ഒരു നേതാവാണ് ഇവിടെ നിപ്പ പടർത്തുന്നതിന് പിന്നിൽ ബംഗ്ലാദേശി കുടിയേറ്റമാണ് എന്ന വ്യാജം പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ BJPയുടെ ഒരു ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ നിരന്തരമായി, നിങ്ങളെന്നല്ല BJPക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർവ്വമാന കുഴപ്പങ്ങൾക്കും കാരണം ബംഗ്ലാദേശികൾ കടന്നു കയറുന്നത്. ബംഗ്ലാദേശികൾ കടന്നു കയറുന്നതിൽ തടയാൻ ഇന്ത്യൻ സർക്കാരിന് മെക്കാനിസം ഉണ്ട്, അത് ഉപയോഗിക്കണം. അല്ല, ആ സർക്കാരിന് തന്നെ ആൾക്കാർ ഇവിടെ വന്ന് നിരന്തരമായി വെറുപ്പ് ഉൽപ്പാദിക്കുന്ന തരത്തിലുള്ള പ്രസംഗം നടത്തുക, എന്നിട്ട് വഴി കാണുന്നവരൊക്കെ ബംഗ്ലാദേശി മുസ്ലിംസ് ആണെന്ന് ഈ തരത്തിലുള്ള ക്രിമിനൽസിന് തോന്നുക, അവർ വടിയെടുക്കുക, പൈപ്പെടുത്ത് അടിക്കുക, ആൾ മരിക്കുക. ഇതിനകത്തുനിന്ന് ഒരു ഉത്തരവാദിത്വം ഈ പ്രസംഗിക്കുന്ന മാന്യമാക്കില്ല എന്നാണോ? അല്ല നിഷാദ്, ഇവിടെ ആര് തന്നെ ആയാലും അതിനിപ്പം ഈ സനാതന ധർമ്മത്തെ എന്താ പറയാ മലേറിയ പോലെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ നേതാക്കളൊക്കെ ഉണ്ടല്ലോ, അവരെയും കൂടെ അതും കൂടെ ഒന്ന് കണക്കിലെടുക്കണം. എല്ലാ ഭാഗത്തു നിന്നുള്ള ഇതുപോലുള്ള വാചകങ്ങൾ സനാതന ധർമ്മത്തിൽ ഈ കൺസേൺ ഹിന്ദു മതത്തിനകത്തെ അപ്പർ ക്ലാസ്സുകാർക്കുള്ള കൺസേൺ ആണ്.
അപ്പർ ക്ലാസ്സുകാരുടെ കൺസേൺ ആണ് ഇപ്പൊ പങ്കുവെച്ചത്. അതായത് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിന് മൊത്തം എതിരായിട്ടാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച അവരാണ്. തമിഴ്നാട്ടിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ കണ്ടാണ്. തമിഴ്നാട്ടിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോയിട്ടില്ല. നിങ്ങൾ ഞാൻ ചോദിക്കുന്നതല്ല, ഇതിനകത്ത് ആ പ്രസ്താവനയുടെ പേരിൽ അപ്പർ ക്ലാസ്സുകാർ ദലിതരാൽ ആക്രമിക്കപ്പെട്ടോ? ആ പ്രസ്താവനയുടെ പേരിൽ അപ്പർ ക്ലാസ്സുകാർ ദലിതരാൽ ആക്രമിക്കപ്പെട്ടോ?